ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ശ്രീ വിജയകാന്ത് തമിഴ് ചലച്ചിത്ര ലോകത്ത് തൻ്റേതായ ശൈലിയിലൂടെ വളർന്നു കയറിയ ഒരു അത്ഭുത പ്രതിഭയാണ്. നടനും രാഷ്ട്രീയ പ്രവർത്തകനായും അറിയപ്പെട്ട ശ്രീ വിജയകാന്ത് ആക്ഷൻ രംഗങ്ങളായാലും ഗാനരംഗങ്ങളായാലും തനിക്ക് തൻ്റേതായ ഒരു ശൈലി കെട്ടുപ്പെടുത്തി അതുവഴി വളർന്നു കയറിയ ഒരു മഹാനടൻ. ഈ കാലയളവിൽ 150 മുകളിൽ ചിത്രങ്ങളിൽ അഭിനയിച്ചു തീർത്ത വലിയൊരു കലാകാരൻ. ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന 100ാമത്തെ ചിത്രത്തിന് ശേഷം ക്യാപ്റ്റൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടു പോന്നു. 1990കളിൽ തമിഴ് ചലച്ചിത്ര രംഗത്ത് കമലഹാസൻ, രജനികാന്ത് എന്നിവർക്കൊപ്പം ഒരു മുഖ്യധാരാ നായകനായിരുന്നു വിജയകാന്തും. ഒരു ആക്ഷൻ നായകൻ്റെ പരിവേഷമാണ് തമിഴ് ചലച്ചിത്ര ലോകത്ത് വിജയകാന്തിന് ഉണ്ടായിരുന്നത്. തൻ്റെ മിക്ക ചിത്രങ്ങളും തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ മൊഴിമാറ്റം നടത്തിയിട്ടുമുണ്ട്. അമ്മൻ കോവിൽ കിഴക്കാലെ, വൈദേഹി കാത്തിരുന്നാൾ, ചിന്നക്കൗണ്ടർ, വല്ലരസു, ക്യാപ്റ്റൻ പ്രഭാകരൻ എന്നിങ്ങനെ ഒട്ടനവധി നല്ല ചിത്രങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പട്ടികയിൽ. 2005 സെപ്റ്റംബർ 14 ദേശീയ മുർമ്പോർക്ക് ദ്രാവിഡ കഴകം എന്ന പാർട്ടി അദ്ദേഹം രൂപീകരിക്കുന്നത്. 2006 തമിഴ്നാട് നിയമസഭയിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ 234 സീറ്റുകളിലും മത്സരിച്ചെങ്കിലും വിജയകാന്ത് മത്സരിച്ച മണ്ഡലത്തിൽ മാത്രമേ വിജയം നേടാൻ ആയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പിതാവ് KN അഴകർ സ്വാമിയാണ്. മാതാവ് ശ്രീമതി ആണ്ടാളും. പ്രേമലതയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. 1990 ജനുവരി 31 ഇവരുടെ വിവാഹം നടന്നത്. ഇവർക്ക് 2 ആൺമക്കളാണുള്ളത്. 1952 ഓഗസ്റ്റ് 25 തമിഴ്നാട്ടിലെ മധുരയിൽ ജനിച്ച വിജയകാന്ത് 2023 ഡിസംബർ 28 അന്തരിച്ചു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.